അകാലനര എന്നുള്ളത് മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. പലതരത്തിലുള്ള ഡൈ ഒക്കെ ഉപയോഗിച്ച് മടുത്തിരിക്കുകയായിരിക്കും. പക്ഷേ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസത്തിലൊന്നും ഉണ്ടാക്കിയാൽ മതി. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനോട് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഐസ്ക്രീം സ്റ്റിക്കാണ്. ഇതുപോലുള്ള ഐസ്ക്രീം സ്റ്റിക്കൊക്കെ കിട്ടുമ്പോൾ നമ്മളത് വലിച്ചെറിയുകയും ചെയ്ത്, പക്ഷേ ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് നൂലെടുത്തിട്ടുണ്ട്. അത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ ബ്രൂമില്ലേ, അതിൽ നിന്ന് എടുത്തിരിക്കുന്ന നൂലാണ് എടുത്തിരിക്കുന്നത്. വീഡിയോയിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബ്രൂം കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എടുക്കാവുന്നതാണ് നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് ചകിരിയുടെ നാരൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഐസ്ക്രീം സ്റ്റിക്ക് വെക്കുന്നു, അതുപോലെ സൂചി വെക്കുന്നു, പ്ലാസ്റ്റിക് നൂല് വെക്കുന്നു, അതുപോലെ വേറൊരു നൂല് വെക്കുന്നുണ്ട്, സാധാ നൂല്. പിന്നെ ഡബിൾ സൈഡ് ടേപ്പ് വെക്കുന്നുണ്ട്. ഐസ്ക്രീം സ്റ്റിക്കയിലോട്ട് ആ ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലെ പ്ലാസ്റ്റിക് കോട്ടിങ് ഇളക്കി മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ പ്ലാസ്റ്റിക് നൂല് അതിലോട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അതിൻ്റെ എൻഡ് ആണ് അതിലോട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടത്. ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. ടിഷ്യൂ പേപ്പർ മാറ്റിയിട്ട് വേറെ ബ്ലാക്ക് പേപ്പർ എടുത്തിട്ട് അതിലോട്ടെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. കാരണം വീഡിയോ എടുക്കുന്ന അതിനകത്ത് കാണുന്നില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആ പ്ലാസ്റ്റിക് നൂലിൻ്റെ ഒരെൻഡ് ആ ഡബിൾ സൈഡ് ടേപ്പിലോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നു. എന്നിട്ട് വളച്ചിട്ട് മറ്റേ എൻഡ് കൂടെ അതിലോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അടുപ്പിച്ചായിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. പിന്നീട് സെയിം സൈസിലുള്ള ഐസ്ക്രീം സ്റ്റിക്ക് വേറൊന്നും എടുത്തിട്ട് അതിൻ്റെ ടോപ്പിലോട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഡബിൾ സൈഡ് ടേപ്പിൻ്റെ വെളിയിലോട്ട് നിൽക്കുന്ന പാട്ടൊക്കെ ഒന്ന് വെട്ടിക്കളയുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു ഹുക്ക് പോലെ നമുക്കിവിടെ ഉണ്ടാക്കി കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ സൂചി എടുത്തിട്ട് ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ നൂലിലോട്ട് ഇതിവിടെ കാണിക്കുന്ന പോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കയറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ നൂല് കോർക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ആ നൂല് ആ പ്ലാസ്റ്റിക്കിൻ്റെ ഹോളിലോട് എടുത്തിട്ട് നമ്മുടെ ആ സൂചി വലിച്ച് അങ്ങോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ സൂചിയിൽ നൂല് കോർത്തെടുക്കാവുന്നതാണ്. പ്രായമാകുന്ന സമയത്ത് മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് സൂചി കോർക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് നമ്മൾ ഒരിക്കൽ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് പിന്നീട് സൂചി കോർക്കുന്ന സമയത്തെല്ലാം ഇത് എടുത്തു വെച്ചാൽ മതി. നമുക്ക് ഇതിൽ കോർത്തെടുക്കാവുന്നതാണ്. പ്രായമായവർക്ക് മാത്രമല്ല, കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പം കണ്ണടയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത രണ്ടാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ഫ്ലാക്സ് സീഡാണ് ഒരു ബൗളിലോട്ട് എടുക്കുന്നുണ്ട്. ഫ്ലാക്സ് സീഡ് അഥവാ ചണവിത്ത് ഇതിന് ദഹനം മെച്ചപ്പെടുത്താനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ശരീരഭാരം നിയന്ത്രിക്കാനും അതുപോലെ അതിലെ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, നാരുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇവ ഒക്കെയാണെങ്കിൽ എല്ലുകളുടെ ആരോഗ്യം, ഹൃദയാരോഗ്യം, ചർമ്മം, മുടി ഇവയ്ക്കൊക്കെ സംരക്ഷണം നൽകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ ചണവിത്ത്. ഈ ചണവിത്ത്
മുടി എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് വെച്ചാൽ ഇതിലെ omega-3 ഫാറ്റി ആസിഡുകൾ, പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇവയാൽ സമ്പുഷ്ടമാണ്. ഇത് മുടിയുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും മികച്ചതാണ്. അതുപോലെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും മുടി ഇഴകൾക്ക് ബലം നൽകുന്നതിനും താരൻ അകറ്റുന്നതിനും സഹായിക്കുന്നു. അതുപോലെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നമ്മൾ ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തി മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത്. പിന്നീട് എടുത്തിരിക്കുന്ന ഹിബിസ്കസ് ആണ്, അതായത് ചെമ്പരത്തിപ്പൂ. അപ്പോൾ മുടിയുടെ വളർച്ചയ്ക്ക് ഈ ചെമ്പരത്തിപ്പൂ എങ്ങനെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ അമിനോ ആസിഡുകൾ, വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇവയാൽ സമ്പുഷ്ടമാണ്. ഇത് മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും കനം കൂട്ടുന്നതിനും അകാല നര തടയുന്നതിനും സഹായിക്കുന്നുണ്ട്. കണ്ടീഷണറായിട്ടും ഷാമ്പു ആയിട്ടും പണ്ട് കാലം മുതലേ നമ്മൾ ചെമ്പരത്തി ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇത് മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഫ്ലാക്സ് സീഡും അതുപോലെ ചെമ്പരത്തി പൂവും ആണെങ്കിലും ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളം നന്നായിട്ടും തിളച്ചിട്ട് നല്ല ജെല്ല് രൂപത്തിലാകുന്ന സമയത്ത് നമുക്കത് ഗ്യാസ് ഓഫാക്കുന്നതാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. പെട്ടെന്ന് തന്നെ ആകും. ഒരു തിളച്ച് കഴിഞ്ഞ് 2 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് നന്നായിട്ട് ഇത് ഒന്ന് കുറുകി വരുന്നതായിരിക്കും. നല്ല ജെല്ല് കണക്കെ ആവും. ആ സമയത്ത് ഗ്യാസ് ഓഫാക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് തുണിക്കകത്തോട്ടിട്ടാണെങ്കിലും നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. പിന്നീട് ഉള്ള ആ ചണ്ടി കളയുന്നില്ല. ആ ചണവിത്തും ഹിബിസ്കസും വെച്ചിട്ട് നല്ലൊരു ടിപ്പുണ്ട്, അത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതുപോലെ നമുക്ക് വെള്ളം ഉണ്ടാക്കിയിട്ട് കോട്ടൺ തുണിയിൽ മുക്കിയിട്ട് നമുക്ക് മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു കണ്ടീഷണറാണ്. മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ല ഒരു ടിപ്പ് തന്നെയാണിത്. പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അലോവേരയുടെ ജെല്ലാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ജെല്ലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ജെല്ല് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ അലോവേരയുടെ ജെല്ലും ഫ്ലാക്സിൻ്റെ വെള്ളമായിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കയ്യിലോട്ട് കോരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ജെല്ല് പരുവത്തിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് മുടിക്ക് മാത്രമല്ല സ്കിന്നിനും നല്ല തിളക്കവും ഒക്കെ കിട്ടുന്നതിനും നല്ല മോയ്സ്ചറായിട്ടിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ജെല്ല് തന്നെയാണിത്. പിന്നീട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് ഗ്ലിസറിനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പോലെ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സോപ്പാണ്, പിയേഴ്സിൻ്റെ സോപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് സോപ്പ് വേണേലും, ഗ്ലിസറിൻ ബേസ് ആയിട്ടുള്ള സോപ്പ് വേണേലും എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള സോപ്പ് ബേസ് കിട്ടും, അത് ആണെങ്കിലും നമുക്ക് കടയിൽ നിന്ന് മേടിക്കാവുന്നതാണ്. അത് വെച്ചിട്ടാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് ഒരിക്കൽ ഉണ്ടാക്കിയാൽ മതി, നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം. മറ്റേ ആണെങ്കിലും ഹെയർ ഡൈ ഒക്കെ ആണെങ്കിലും നമ്മൾ എപ്പോഴും ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. നമുക്ക് ടൈം കൺസ്യൂമിങ് ആണ്. ഇതൊരിക്കൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മതി, നമുക്ക് 1 മാസത്തോളം ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു ഹെയർ കെയർ ടിപ്പാണ് ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ സോപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു പിച്ചാത്തി വെച്ചിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ചെറുതാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് മെൽറ്റാക്കി എടുക്കാനുള്ളതാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ചെറുതാക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടുകയും ചെയ്യും. അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഒരു പാത്രത്തിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മുടെ ആ പാത്രം സോപ്പുള്ള പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. ഡബിൾ സൈഡ് ബോയിൽ വഴിയാണ് അതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാത്രം എടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചിരിക്കുന്ന ആ പാത്രം കുറച്ചുകൂടെ ഹൈറ്റുള്ള പാത്രമായിരിക്കണം. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടെ വെള്ളം കൊള്ളാൻ പറ്റും. അപ്പോൾ അത് പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും. നമ്മളുടെ സോപ്പ് അത് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇതിപ്പോൾ ഞാൻ പരന്ന പാത്രം ആയതുകൊണ്ട് കുറച്ചേ വെള്ളമുള്ളൂ. ആ പാത്രത്തിൻ്റെ ചെറിയൊരു സ്ഥലത്ത് മാത്രമേ ആ ചൂട് എത്തുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ വലുപ്പത്തിലുള്ള പാത്രം എടുക്കാനായിട്ട്, കുറച്ച് വെള്ളം കൊള്ളുന്ന പാത്രം എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ചൂടടിച്ചിട്ട് നന്നായിട്ട് അത് മെൽറ്റ് ചെയ്ത് വരും. ഇപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ ചാനൽ ഇതുപോലുള്ള ടിപ്സ്, റെസിപ്പീസ്, ഹെയർ ഡൈ, ഹെയർ ഓയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഇപ്പോൾ സോപ്പെല്ലാം നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ആ ഗ്യാസ് ഓഫാക്കിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഹിബിസ്കസും ചണവിത്തോടുള്ള ആ വെള്ളം നമ്മൾക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാവും അതിൻ്റെ കളറൊക്കെ മാറുന്നുണ്ട്. അതിന് കാരണം ഹിബിസ്കസ് ആസിഡിക്കും മറ്റേ സോപ്പാണെങ്കിൽ ബേസുമായിട്ടുള്ളതാണ്. അപ്പോൾ അതവിടെ ന്യൂട്രലൈസ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ആ കളറ് മാറുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മോൾഡിനകത്തോട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലുള്ള മോൾഡ് ഇല്ലെങ്കിൽ നമുക്ക് ഉള്ള പാത്രത്തിലാണെങ്കിലും ഇത് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് നല്ലതായിട്ട് സെറ്റ് ചെയ്ത് വരും. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ പതയൊന്ന് സ്പൂൺ വെച്ച് എടുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു ഹെയർ കെയർ സോപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഹെയർ ഡൈക്ക് പകരം ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സോപ്പാണ്. ഹെയർ ഡൈ ഒക്കെ സെറ്റായി വരുന്നതിന് വേണ്ടിയിട്ട് ഒരു ദിവസം എടുക്കും. അങ്ങനെ ആഴ്ച 2 ദിവസത്തിൽ നമ്മളത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇത് ഹെയർ സോപ്പാണെങ്കിൽ നമുക്ക് ഇത് ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ 1 മാസത്തോളം ഇത് ഉപയോഗിക്കാനായിട്ടുണ്ടാകും. ടൈം സേവ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ആ മോൾഡിൽ നിന്ന് എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആ സോപ്പ് ഒന്ന് എടുത്തിട്ട് ഒന്ന് നനയ്ക്കണം. എന്നിട്ട് കയ്യിലൊന്ന് റബ്ബ് ചെയ്തിട്ട് പിന്നെ ആ സോപ്പ് മാറ്റി വെച്ചിട്ട് ഒന്ന് നമ്മുടെ തലയിൽ മുടിയിലൊന്ന് തൂത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല പതയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഒരു ഷാമ്പു ഉപയോഗിക്കുന്നത് ആ രീതിയിൽ തന്നെ ഇതും ഉപയോഗിച്ചെടുക്കാവുന്നതാണ്. മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നതിനും അതുപോലെ അകാലനര തടയുന്നതിനും ഒക്കെ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലതായിട്ട് തന്നെ നമുക്ക് ഇത് മുടിയിൽ ഇത് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇങ്ങനെ ഒരിക്കൽ ഒന്ന് ഉണ്ടാക്കിയാൽ മതി. 1 മാസത്തോളം ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആഴ്ചയിൽ നമുക്ക് 2 പ്രാവശ്യം ഇത് ഉപയോഗിക്കാം. അതുപോലെ ഇത് നമുക്ക് ഹെയർ ഡൈ ഒക്കെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നതിനെക്കാട്ടിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലാസ്റ്റ് ടിപ്പ്, നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ചണവിത്തും ഹിബിസ്കസും കൂടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി കൊടുക്കുക. അപ്പോൾ ആ ശകലം വെള്ളത്തോടെ ഒഴിച്ചിട്ടാണ് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് 2 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നാണെങ്കിൽ സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഹെയർ മാസ്ക് ആയിട്ടാണെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിന്ന് നല്ലതായിട്ട് ഗ്ലോ ചെയ്യുന്നതിനും സ്കിന്ന് നല്ല മോയ്സ്ചറായിട്ടിരിക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ്. അതേപോലെ മുടിയിലാണെങ്കിലും ഇത് നമുക്ക് ഹെയർ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം. നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നതിനും നല്ല കണ്ടീഷനായിട്ട് ഇരിക്കുന്നതിനൊക്കെ സഹായിക്കും. അതേപോലെ നമുക്ക് സ്കിന്നിലാണേലും മുടിയിലാണേലും അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കാപ്പിപ്പൊടിയുടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ ഹെയർ കെയർ ടിപ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ഓൾ എന്ന ഓപ്ഷൻ കൊണ്ട് തന്നെ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നത് വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.